വെൽക്കം ടു ഡേയ്സ് വ്ലോഗ്സ് എന്ന് പറയണം. വെൽക്കം ടു ഡേയ്സ് വ്ലോഗ്സ്. ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു പൂന്തോട്ടം ഒരുക്കിയാലോ ഗൈസ്? പൂന്തോട്ടം ഒരുക്കാം. അപ്പോൾ നമ്മുടെ വീടിന്റെ മുറ്റത്ത് കുറച്ച് ചെടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ കാത്തു? ഇതാണ് നമ്മുടെ കാത്തുമ്മ ഓൾറെഡി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഞാനും കാത്തുമ്മയും പങ്കിച്ച് വരുമോ ഇല്ലയോ നമുക്ക് അറിയില്ല ഗൈസ്. പങ്കി എന്തായാലും നമ്മൾ വിളിച്ച് നോക്കണം. വിളിക്കണേ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ വരുവാണെങ്കിൽ നമ്മൾ മൂന്നുപേരും കൂടി നമ്മൾ ഇന്ന് എന്ത് ചെയ്യും? പൂന്തോട്ടം ഉണ്ടാക്കും. അല്ലേ? പൂന്തോട്ടം. അപ്പൊ നമ്മള് പൂന്തോട്ടം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മറക്കാതെ നമ്മുടെ ചാനൽ എന്ത് ചെയ്യണം? മറക്കില്ല, സബ്സ്ക്രൈബ് ചെയ്യണം. എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞേ. സബ്സ്ക്രൈബ് നമ്മൾ ചെയ്യണം ഗൈസ്. നിങ്ങൾ മറക്കണ്ട. നമ്മുടെ കാത് പറഞ്ഞുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. മാത്രമല്ല അതുപോലെ വീഡിയോ എന്ത് ചെയ്യണം? എന്താ? ലൈക്ക് ചെയ്യണം. എന്ത് ചെയ്യണം? പിന്നെന്തിനാ ഷെയർ ചെയ്യണ്ടേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ഡേയ്സ് വ്ലോഗ്സ്. ഞാനും കാത്തുമ്മയും എങ്ങോട്ട് പോണ്? യെസ്, പൂന്തോട്ടം ഒഴിക്കാൻ പോകണം. രാവിലെ എനിക്ക് നല്ല പണിയാണ് ഗൈസ്. തുണികളൊക്കെ കഴുകിയിട്ടു. അപ്പോൾ ഇനി നമ്മൾ പൂന്തോട്ടം വൃത്തിയാക്കാൻ പോവുകയാണ് അല്ലേ ക്കളെ? അപ്പോൾ നമുക്ക് പോയാലോ? പൂന്തോട്ടം ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഗൈസ്. ഇവിടെ ഒരു കുപ്പിയൊക്കെ ഉണ്ട്. പന്നക്കുപ്പി അല്ല, അത് കടലിലെ വെള്ളം കേട്ടോ. അത് വേണം, അങ്ങോട്ട് ഇരിക്കട്ടെ. പിന്നെ ഇപ്പം നമ്മുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെമന്തി ഉണ്ട്, കുറച്ച് റോസയുണ്ട്, കുറേ കൊങ്ങിണികളുണ്ട്. പിന്നെ ഇതൊക്കെ എന്തിൻ്റെയൊക്കെ വിത്തുകളൊക്കെയാണ്. ഇത് പോച്ചയാണോ വാടാമല്ലയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കൊങ്ങിണി കരിഞ്ഞു പോയി ഗൈസ്. എങ്കിലും അതിനകത്ത് ഇതുപോലെ കുറച്ച് എന്താണ് ഇനി പറയാ, വിത്തിൻ കൊടികൾ എന്നൊക്കെ പറയാവുന്ന പോലെ കുറച്ച് സാധനമുണ്ട്. വീടെടുക്കാൻ ഞാൻ ഒറ്റയ്ക്കുള്ളൂ കേട്ടോ. അതിൻ്റെയാണ് ഈ ഒരു നിങ്ങൾക്കൊന്നും മനസ്സിലാത്ത പോലെയൊക്കെ തോന്നുന്നത്. ഓക്കെ. പിന്നെ കുറച്ച് ബോൾസമൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വന്ന് സെറ്റ് ചെയ്യാം. പിന്നെ അത് നമ്മുടെ കുടിവെള്ള പൈപ്പാണ് കേട്ടോ. മറ്റേ എന്താണ് പദ്ധതിയിൽ വരുന്ന ജലജീവൻ മിഷൻ്റെ കുടിവെള്ള പൈപ്പാണ്. അതിനകത്ത് കുറച്ച് മണ്ണൊക്കെ പൊടിയൊക്കെ പറ്റിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം. പിന്നെ ഇവിടെ കുറച്ച് ബോൾസ് ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് ആ ഒരു പൂന്തോട്ടത്തിൻ്റെ ഇപ്പോഴത്തെ സ്ട്രക്ചർ. അവിടെ ഒരു കുപ്പിയൊക്കെ കിടപ്പുണ്ട്. അത് ഈ പിള്ളേർ കളിച്ചിട്ട് കൊണ്ടിട്ടേക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു സ്ട്രക്ചർ. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റണം. അത് പിന്നെ പിള്ളേർ കുളിപ്പിക്കുന്ന രണ്ട് ഗ്ലൗസാണ്. ഞാനിന്ന് കുളിപ്പിച്ചിട്ടല്ല, കഴിഞ്ഞ ആഴ്ച കുളിപ്പിച്ചിട്ട് ഉണക്കട്ടെയാണ്. ഇന്ന് ഞാൻ അതെടുത്തില്ല. ഓക്കെ. കാത്തു താണ്ട് നമ്മുടെ കൂടെ പൂന്തോട്ടം ഉണ്ടാക്കാമെന്നും പറഞ്ഞ് എന്നെ പറ്റിച്ച് എൻ്റെ പഴയ ബോഡി വാഷിൻ്റെ കുപ്പി എടുത്ത് കുലുക്കി കളിക്കുന്നുണ്ട് ഗൈസ്. എന്താ വരും? ഷാമ്പു വരുമെന്നാണ് പറയുന്നത്. പാമ്പ് വരുമെന്നാണ് ഞാൻ കേട്ടത്. ഷാമ്പു വരുമെന്നാണ് കുട്ടി പറഞ്ഞത്. മണം ഉണ്ടോ? പൂന്തോട്ടം ഉണ്ടാക്കുന്നുണ്ടോ അയാൾ? അപ്പോൾ അത് ഷാമ്പു ഉലുക്കിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം തിന്നിറക്കിയതേ ഉള്ളു അല്ലേ ഗൈസ്? നമുക്ക് അവസാനത്തെ വീഡിയോ എടുക്കണ്ടേ? അവസാനത്തെ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ആദ്യം ഈ ഒരു ഗാർഡൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു ബുക്കൊക്കെ എടുത്ത് പ്ലാനിങ് ഒക്കെ ചെയ്തു ഗൈസ്. അന്യായ പ്ലാനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ ഇപ്പോൾ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാനും പങ്കിച്ചിയും നമ്മുടെ കാത്തൂട്ടനും കൂടി നമുക്കെന്താ പൂന്തോട്ടത്തിന് വേണ്ടുന്ന ചെടികളൊക്കെ പറിക്കാനായിട്ട് പോയി. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് പ്ലാനിങ് ഒക്കെ സെറ്റാക്കിയിട്ടാണ് കേട്ടോ പോയത്. പക്ഷെ വിചാരിച്ച പോലൊന്നും കാര്യങ്ങൾ നടന്നില്ല, ആദ്യമേ പറയാലോ. എന്നാലും നമ്മളെ കൊണ്ടാകുന്ന വിധത്തിൽ എന്തൊക്കെയോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാമറ ഷൈ ആയിട്ടുള്ളൊരു ഗേളാണ് നമ്മുടെ പങ്കിച്ചി. അപ്പോൾ ക്യാമറയുടെ മുന്നിൽ വരികയില്ല കേട്ടോ. ആൾ ഭയങ്കര എന്താ പറയുക, നമ്മുടെയൊക്കെ മുമ്പിൽ ഭയങ്കര ഹീറോയിനും ക്യാമറയുടെ മുമ്പിൽ ഭയങ്കര നാണക്കാരിയാണ്. എന്നാലും ഞാൻ വിട്ടില്ല ഗൈസ്, ഞാൻ ക്യാമറയിൽ പിടിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് മൂത്തച്ഛൻ്റെ വീട്ടിലോട്ടാണ്.
അതായത് അച്ഛൻ്റെ കുടുംബ വീട്, അച്ചാമ്മയൊക്കെയുള്ള വീട്. അപ്പോൾ അവിടെ കുറേ ചെടികളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ കുറച്ച് ചെടികൾ ഏതെങ്കിലും അടിച്ച് മാറ്റാൻ പറ്റുമോ എന്നൊക്കെ നോക്കാനായിട്ട് പോയതാണ്. അപ്പോൾ അവിടെ റോസ കുറേ ചെടികളുണ്ടായിരുന്നു കേട്ടോ. ദാ ഇതുപോലത്തെ വെള്ള റോസ, മഞ്ഞ റോസ, അങ്ങനെ കുറേ ചെടികളുണ്ട്. ഇപ്പോൾ പണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു. ഡാലിയ, ജമന്തിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കമ്പ് ഞാൻ കൊണ്ടുവച്ചിട്ട് ഡാലിയൊന്നും കിളിച്ചില്ല കേട്ടോ. ജമന്തിയൊക്കെ പിടിച്ചു വീട്ടിൽ. അതാണ് വീട്ടിൽ നിൽക്കുന്ന ഒരു ജമന്തി. പിന്നെ അത് എന്തോരം ഒരു പൂവാണ്, അത് നിങ്ങൾ ഗസ് ചെയ്യുക ഗൈസ്, ആ ഒരു വയലറ്റ്. പിന്നെ തെറ്റിയുടെ പല ടൈപ്പ് ഓഫ് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പങ്കിച്ചിറ വീട്ടിൽ പോയി. പങ്കിച്ചിറ വീട്ടിൽ ചെന്നപ്പോൾ നമുക്ക് കുറച്ച് എന്താ ബോൾസം, ആ ബോൾസം ഒക്കെ എൻ്റെ വീട്ടിൽ നിന്ന് അവൾ കൊണ്ടുപോയതാണ് കേട്ടോ. ഈ വിത്ത് കൊണ്ടുപോയിട്ട് അവിടെ പാകിയതാണ്. പിന്നെ അവിടെ കുറേ ചെടികളുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് അധികം ചെടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറേ ഇലച്ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു മറ്റേ ചെടിച്ചട്ടികളൊക്കെ ഉണ്ടല്ലോ അത് വാങ്ങിയിട്ട് അതിനകത്ത് നമുക്ക് ഈ ഇലച്ചെടികളൊക്കെ വെച്ച് അങ്ങനെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയപ്പോൾ കുറേ വെറൈറ്റി ചെടികൾ, ഇതിൻ്റെയൊക്കെ പേര് എനിക്കറിയില്ല കേട്ടോ. എന്തൊക്കെയോ ചെടികൾ അവൾ എനിക്ക് കാണിച്ചു തന്നു, എന്തൊക്കെയോ പേരുകൾ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. അവളെൻ്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞയാണോ എന്ന് ചോദിച്ചാൽ എനിക്കതറിയില്ല. കുറേ ചെടികളുണ്ടായിരുന്നു, വെറൈറ്റി വെറൈറ്റി ചെടികൾ. ഇതിന് എന്താ കുറ്റിമുല്ലെന്നോ എന്തോ ഒരു പേര് അവൾ പറഞ്ഞു. ഇതിൽ നമ്മുടെ നിത്യകല്യാണി പറയില്ലേ, ഒരു വെള്ളപ്പൂവ്, പാലപ്പൂവിൻ്റെയൊക്കെ ടൈപ്പ്, അതിൻ്റെ കുഞ്ഞു പൂക്കൾ വരുന്നതാണ് കേട്ടോ. ഇപ്പോൾ മിക്ക വീടുകളിലും ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു ചെമ്പരത്തി ഞാൻ കൊണ്ടു കൊടുത്ത തൈയാണ് കേട്ടോ. ഇപ്പോൾ ഇത് വലിയ മരമായി ഗൈസ്. അത്രത്തോളം അത്ര വർഷം മുമ്പാണ് ഞാൻ കൊടുത്തതെന്ന് അത് ഓർത്തോണം. ഞങ്ങളുടെ വീട്ടിലും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഫ്രണ്ടിലോട്ടൊക്കെ കെട്ടിയ ടൈമിൽ ആ ചെടികളൊക്കെ പോയി. പിന്നെ ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് ഇലച്ചെടിയാണ്. അതിനകത്തൊരു വയലറ്റ്, കുഞ്ഞ് വയലറ്റ് പൂവ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അതിനകത്ത് അങ്ങനെ ഒരു പൂവൊക്കെ കാണുന്നത്. അത് അവൾ കാണിച്ചു തന്നപ്പോഴാണ് ഞാനത് ക്യാമറയിലത് എടുത്ത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വെച്ചിട്ട്. പിന്നെ നമ്മൾ നേരെ കാത്തൂൻ്റെ വീട്ടിൽ വന്നു. അവിടെ വന്നപ്പോൾ കാത്തൂൻ്റെ വീട്ടിലല്ല കേട്ടോ, ഇതും പങ്കിയുടെ വീട്ടിൽ തന്നെയാണ്. അവിടെ 2 ആമ്പൽക്കുളം, കുളമല്ല, വലിയൊരു ബേസിനിൽ ഒരു ആമ്പൽക്കുളം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ക്യൂട്ടായിരുന്നു. അതിനകത്ത് ആമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ വാടാമുല്ല, അങ്ങനെ കുറേ നാടൻ ഐറ്റങ്ങളും. കറ്റാർവാഴ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കണ്ണിന് കുളിർമയൊക്കെ തോന്നി ഗൈസ്. ഞാൻ അറിഞ്ഞില്ല അവിടെ കറ്റാർവാഴയൊക്കെ ഉണ്ടെന്ന്. ഇവിടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ വീഡിയോയിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ടല്ലോ, ഹെയർ കെയറിൻ്റെയും സ്കിൻ കെയറിൻ്റെയും വീഡിയോയിൽ. അതൊക്കെ പോയിട്ടാണ് ഇവിടുത്തെ ആ ഒരു കറ്റാർവാഴയൊക്കെ പോയി. നമ്മൾ ഇവിടെ എന്തോ ഫങ്ഷൻ എന്തോ സംതിങ് വന്നപ്പം നമ്മളതൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ അവിടെ രാജമല്ലി, അങ്ങനെ കുറേ ചെടികളുണ്ട്. രാജമല്ലി, രാജമല്ലിയുടെ തന്നെ ഒരുപാട് ചെടികൾ അവിടെ ഉണ്ട് കേട്ടോ. അതിനകത്ത് അതിൽ മാത്രമേ ഞാൻ പൂ കണ്ടുള്ളൂ. ബാക്കിയൊക്കെ ഈ മഴ ടൈമാണല്ലോ, ആ ഒരു മഴ ടൈമല്ല ആക്ച്വലി, ഇതൊരു വൃശ്ചിക മാസം കാറ്റിൻ്റെ സീസണല്ല. ഇവിടെയൊക്കെ പൊതുവേ മഴയാണ് കേട്ടോ, എന്താണെന്ന് വെച്ചാൽ അറിയില്ല. പിന്നെ നമ്മൾ നേരെ അതുവഴി നമുക്ക് കാത്തൂൻ്റെ വീട്ടിൽ പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഞങ്ങളുടെ എസ്റ്റേറ്റ്, ഞങ്ങളുടെ ആ ഒരു അതിലെ അയ്യം വഴി നമ്മൾ അങ്ങോട്ടേക്ക് പോയപ്പോൾ നമ്മളെ വരവേൽക്കാനായിട്ട് ശംഖു നിൽക്കുന്നു. ശങ്കരൻ എന്നാണ് കേട്ടോ അവൻ്റെ പേര്. നമ്മൾ ശംഖു ശംഖു എന്ന് വിളിക്കും. അപ്പോൾ അവൻ നമ്മളെ കണ്ടുകൊണ്ട് അവിടെ കിടന്ന് ബഹളമൊക്കെ വയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാത്തൂൻ്റെ പൂന്തോട്ടത്തിലെത്തി. അവിടെ ചെന്നും കുറച്ച് ചെടികളൊക്കെ മാറ്റിയിട്ടല്ല, പിച്ചിക്കൊണ്ടൊക്കെ വന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതുപോലെ കുറേ തെറ്റികളുടെ വെറൈറ്റി, ബോൾസമിൻ്റെ വെറൈറ്റി, പിന്നെ ഇത് സാൽവിയയുടെ വെറൈറ്റി, അങ്ങനെ ഒരുപാട് ഫ്ലവേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. നേരത്തെയൊക്കെ ഞങ്ങളൊരു ടൈമെന്ന് വെച്ചാൽ ഈ ചെടികളുടെ വട്ട് പിടിക്കുക എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു ടൈമിൽ ഞങ്ങളുടെ കയ്യിലില്ലാത്ത 10 മണി അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ കളേഴ്സൊന്നും എവിടെ നിന്നെങ്കിലും ഒക്കെ ഒപ്പിച്ച് ഞങ്ങൾ നടുമായിരുന്നു. അവരുടെ വീട്ടിലും ഇതുപോലെ ആമ്പലിൻ്റെ 2 ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിനകത്ത് മീനൊന്നും ഇല്ലായിരുന്നു. നമ്മൾ നേരത്തെ പങ്കിയുടെ വീട്ടിൽ കണ്ടില്ല, അതിനകത്ത് മീൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. സത്യത്തിൽ ആ ഒരു മീനൊന്നും കയറി വന്നില്ല. പിന്നെ കാത്തൂൻ്റെ അവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒരു മീൻകുളം, ഇത്രയും മീനുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം 2 മീൻ ഞാൻ അവിടെ നിന്ന് എന്തായാലും എടുത്തുകൊണ്ട് വരും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ കുറേ സാൽവിയൻ്റെ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. ഇത് വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് റെഡ് മാത്രമായിട്ട് തോന്നും, പക്ഷേ വെറൈറ്റി ഓഫ് റെഡാണ് കേട്ടോ. കടും റെഡ്, ലൈറ്റ് റെഡ്, ഓറഞ്ച് റെഡ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് റെഡിൻ്റെ തന്നെ വെറൈറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ലൈറ്റ് ഷെയ്ഡ്, അത് എനിക്ക് ആ ഒരു ഷെയ്ഡ് ഒത്തിരി ഇഷ്ടമായി. ഞാൻ അങ്ങനെ എല്ലാത്തിൽ നിന്നും ഓരോരോ കമ്പൂതം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു അവിടുത്തെ കുറേ ചെടികളെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഫൈനലി കിട്ടിയത് ഇത്രയും ചെടികളാണ് കേട്ടോ. അതിനകത്ത് ആ ഒരു റോസയുടെ കമ്പും മറ്റേതൊക്കെ നമ്മൾ മൂത്തച്ഛൻ്റെ അവിടെ നിന്ന് വെട്ടിയതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ആഡ് ആക്കാനായിട്ട് ഞാൻ വിട്ടുപോയി ഗൈസ്. പിന്നെ വീട്ടിൽ ലൂബിക്ക ഉണ്ട് കേട്ടോ. അപ്പം അത് നമ്മുടെ കാത്തും പങ്കിയൊക്കെ ഇങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു.
അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താണ് പൂന്തോട്ടം വൃത്തിയാക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല ആക്രി ചപ്പ് ചവറൊക്കെ ഞാൻ എടുത്ത് മാറ്റി. എന്നിട്ടൊരു ചൂലും കൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കയറാൻ കുറച്ച് റിസ്ക്കാണ് കേട്ടോ. എനിക്കധികം ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്കവിടെ കയറാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ റോസ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. മഞ്ഞ റോസയാണെന്ന് തോന്നുന്നുണ്ട്. അതിലിതുവരെ പൂവായിട്ടില്ല. നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട്. അത് ഞാൻ മൂത്തച്ഛൻ്റെ അവിടെ നിന്ന് കൊണ്ട് നട്ടതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ കയറാനായിട്ട് കുറച്ച് റിസ്ക്കാണ്. എങ്കിലും നമ്മൾ കയറുമല്ലോ. നമ്മുടെ ലക്ഷ്യം മാർഗ്ഗമല്ലല്ലോ, ലക്ഷ്യമല്ലേ പ്രധാനം എന്നുള്ള രീതിയിൽ ഞങ്ങളവിടെ എല്ലാം വൃത്തിയാക്കാനായിട്ട് ഒരുങ്ങി. ആദ്യം നമ്മുടെ അവിടെയുള്ള പോച്ചയും പുല്ലും കാടും ഒക്കെ നമ്മൾ പറിച്ച് കളഞ്ഞു. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞങ്ങളിങ്ങനെ ഭയങ്കര പ്ലാനിങ് കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. ഞങ്ങളൊരു സ്കെച്ച് പ്ലാനൊക്കെ വരച്ച് റെഡിയാക്കി സെറ്റാക്കി. പക്ഷെ അങ്ങനെയൊന്നും നടന്നില്ല കേട്ടോ. കാര്യം അവിടെ ചെന്നപ്പോൾ ഈ ബോൾസും ഈ പഴയ കൊങ്ങിണി ഇതെല്ലാം പറിച്ച് കളഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ വരിവരിയായിട്ട് നടണം എന്നൊക്കെയായിരുന്നു. അവിടെ ചെന്ന് അങ്ങനെ നല്ല രീതിക്ക് കാടൊക്കെ ചെത്തിയെടുത്തു. ആദ്യം കൈ കൊണ്ടാണ് കേട്ടോ പറിച്ചത്. ഭയങ്കര പാടായിരുന്നു പറിച്ചെടുക്കാനായിട്ട്. ഭയങ്കര കുറ്റിത്തറയായിരുന്നു. അതായത് കല്ലൊക്കെ അങ്ങ് തറാന്നിരിക്കുമായിരുന്നു. ഇളകി വരുന്ന മണ്ണൊന്നുമല്ല, അങ്ങ് ഭയങ്കര പാറക്കല്ല് പോലെ ഇരിക്കുന്ന ഒരു തറയാണ് അവിടുത്തത്. അങ്ങനെ എനിക്ക് അപ്പം തന്നെ എനിക്ക് എന്താ പറയുക, ആ ഒരു എനർജി അങ്ങ് പോയി. അങ്ങനെ പിന്നെ ഞാൻ മമ്മട്ടിയും ചൂലും ഒക്കെ എടുത്തിട്ട് വന്നു. എന്നിട്ട് ഞാൻ വെച്ചു എന്നാൽ കാട് ചെത്തിക്കളയാമെന്ന്. എനിക്ക് മമ്മട്ടിയുടെ വലിയ രീതിക്ക് പണിയൊന്നും അറിയില്ല കേട്ടോ. ഞാനിങ്ങനെ പൂന്തോട്ടം നടുക അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് ഈ മമ്മട്ടി കുന്താലി പോലുള്ള ഐറ്റംസൊക്കെ എടുക്കാറ്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കൾ, പൂന്തോട്ടം അങ്ങനെയുള്ള കാര്യമൊക്കെ എനിക്ക് ഭയങ്കര എനർജി തരുന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പോസിറ്റീവ് വൈബാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പെറ്റ്സ് അതൊക്കെ എനിക്ക് ഭയങ്കര എനർജി തരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഞാനും പങ്കിയും കാത്തും കൂടി അവിടെ എല്ലാം വൃത്തിയാക്കി. അവളുമാർ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. അവളുമാർ ഞാൻ മടി പിടിച്ചിരുന്നാലും എന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് വരാറുണ്ട്. ഈ കുട്ടിത്തം വിട്ടുമാറാത്ത യൗവനം എന്നൊക്കെ പറയുന്ന പോലൊരു അവസ്ഥയായിരുന്നു എൻ്റെത്. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടി ഫൈനലി അത് സെറ്റ് ചെയ്യണം, എങ്ങനെയെങ്കിലും അത് സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇതിലായിരുന്നു. അങ്ങനെ കാത്തുമ്മയും പങ്കിച്ചൊക്കെ അവിടെ ഇരുന്ന് കാടും മേടും ഒക്കെ പറിച്ച് കളഞ്ഞ് എന്നെ സഹായിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നീക്കുന്നുണ്ടായിരുന്നു. ഭംഗിക്ക് ഭയങ്കര ഐഡിയ ആയിരുന്നു കേട്ടോ. ഭംഗി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരും. ചേച്ചി ഈ കല്ലെടുത്ത് അവിടെ വെക്കണം, ഇവിടെ വെക്കണം, നമുക്ക് അങ്ങനെ മാറ്റിയിട്ട് ലാസ്റ്റ് വെക്കാം എന്നൊക്കെ ഉള്ളമാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ ഈ വീഡിയോയ്ക്ക് ഉള്ളമാർ ഞാൻ അറിയാതെ എടുത്തതാണ് കേട്ടോ. അതാണ് നേരത്തെ വീഡിയോയിലൊന്നും മനസ്സിലാവേണ്ടത്, ഇതിലെന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നത്. അങ്ങനെ ഞാൻ ഫൈനലി അവസാനം ഞാൻ അവളുമാരെ ഇറക്കി വിട്ടു. ആ ഒരു അവസ്ഥയിൽ രണ്ടുപേരും കൂടി കലപില അലപ്പും മടിയും ഒക്കെ ആയപ്പോൾ ഞാൻ അവളുമാരെ മാറ്റി. ആ ഒരു ടൈമിലാണ് പങ്കി വന്ന് ഈ ഒരു വീഡിയോ ഞാൻ പോലും അറിയാതെ എടുക്കുന്നത്. അങ്ങനെ ഞാൻ കല്ലൊക്കെ പറക്കി സെറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ ഒരു ഫൈനൽ രീതിയിൽ എത്തിച്ചു. ആ ഒരു സ്ഥലത്ത് ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് മറ്റേ റിങ് വെക്കാനുള്ളതാണ് കേട്ടോ. ആമ്പൽക്കൊള്ളം പോലൊന്ന് സെറ്റ് ചെയ്യാനാണ്. ഓൾറെഡി റിങ്ങിനെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പക്ഷേ അത് എടുത്തുകൊണ്ട് വരാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പിന്നീട് എപ്പോഴെങ്കിലും സെറ്റ് ചെയ്യാതെ വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ ഫൈനലായിട്ട് ഞാൻ പൂന്തോട്ടം സെറ്റ് ചെയ്തത്. എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തതാണ് കേട്ടോ. ഭയങ്കര കല്ലന്തറയാണ്. എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കുഴിച്ച് വെച്ചിട്ടുണ്ട്. കുറേ പുതിയ കൊണ്ടുവന്ന ചെടികളൊക്കെ എങ്ങനെയൊക്കെയോ കുഴിച്ച് വെച്ചിട്ടുണ്ടോ ഒരു രീതിക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. ഇടയ്ക്കൊക്കെ ബോൾസത്തിൻ്റെ വിത്തൊക്കെ പാകി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച പോലൊന്നും കാര്യം നടന്നില്ല. എങ്കിലും ഞാൻ ഹാപ്പി. നിങ്ങളോ? അപ്പോൾ ഗൈസ് ഫൈനലി നമ്മൾ നമ്മുടെ ഗാർഡൻ, നമ്മുടെ പൂന്തോട്ടം എന്ത് ചെയ്തു, സെറ്റാക്കി. അപ്പോൾ ടാറ്റ ബൈ ബൈ.